അറിയിക്കാനുണ്ട്. രാജ്യത്ത് മൊത്തം എങ്ങനെയാണ് NDA എത്ര സീറ്റ് നേടും, അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം എത്ര നേടും, മറ്റുള്ളവർ എത്ര നേടും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉത്തർപ്രദേശും അതിന് തൊട്ട് താഴെ നിൽക്കുന്ന മഹാരാഷ്ട്ര ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് കാര്യമായ പ്രതീക്ഷകളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ശിവസേനയുമായിട്ടും NCPയുമായിട്ടും കോൺഗ്രസ് സഖ്യം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹാവികാസ് അഘാഡിയാണ്. ഉദ്ധവ് താക്കറേക്ക് ഒരു വിഭാഗം പാർട്ടി പുലർത്തിപ്പോയവരോട് പ്രതികാരം ചെയ്യാൻ ശരത് പവാറും ഉദ്ധവ് താക്കറെയും കാത്തിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ് അവിടെ. അപ്പോൾ മഹാരാഷ്ട്ര ഇത്തവണ ഒരു വലിയ നമ്പർ ഞങ്ങൾക്ക് നൽകുമെന്നാണ് ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്നതും അവകാശപ്പെടുന്നതും. അപ്പോൾ മഹാരാഷ്ട്രയിൽ എന്ത് സംഭവിക്കും? മഹാരാഷ്ട്ര ഇത്തവണ ഇന്ത്യ മുന്നണി NDAയിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ മഹാരാഷ്ട്രയുടെ കണക്കുകൾ ഇതാ നമുക്ക് സ്ക്രീനിൽ കാണാം. മഹാരാഷ്ട്രയിൽ അത്ഭുതങ്ങൾ ഒന്നുമില്ല. NDA 38 വരെ സീറ്റുകൾ, 28 മുതൽ 38 സീറ്റുകൾ വരെ NDA നേടാമെന്നാണ് ഈ സർവേ പറയുന്നത്. 10 മുതൽ 20, പരമാവധി 20 സീറ്റാണ് മഹാവികാസ് അഘാഡിക്ക് കിട്ടുക. മഹാവികാസ് അഘാഡിക്ക് അതാണെങ്കിലും നേട്ടമാണ് കഴിഞ്ഞ തവണത്തേത് വെച്ച് നോക്കുമ്പോൾ. കഴിഞ്ഞ തവണത്തെ താരതമ്യം ചെയ്താൽ ആശ്വാസമാണ്. പക്ഷേ പ്രതീക്ഷിച്ചത് 30 സീറ്റിന് മുകളിലാണ് പ്രതീക്ഷിച്ചത്. NCPക്ക് 4 സീറ്റ്, കോൺഗ്രസിന് 1 സീറ്റ്. അതാണ് കഴിഞ്ഞ തവണത്തെ UPAക്ക് കിട്ടിയത്. അതിൽ നിന്ന് ശിവസേന വിഭാഗം കൂടെ ഒക്കെ വരുമ്പോൾ, ഉദ്ധവ് താക്കറയുടെ പാർട്ടിയും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത്രയും ഒരു നില മെച്ചപ്പെടുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ നമ്മളിപ്പോ തീർച്ചയാക്കി ഒന്നും പറയാനില്ല. ഇത് മാർച്ച് ആദ്യ വാരത്തിൽ നടത്തിയിട്ടില്ല, മാർച്ച് 4 മുതൽ നടത്തിയിട്ടുള്ള സർവേ മാത്രമാണ്. മഹാരാഷ്ട്രയിലൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതിന് കാത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ